രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം പിന്നിട്ട വഴികളൊന്ന് പരിശോധിച്ച് നോക്കാം. രാജ്യത്തെ ആക്രമിച്ച വൈദേശിക ശക്തികൾ, ബ്രിട്ടീഷുകാരെ പോലെയുള്ള പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് ഇങ്ങനെ തുടങ്ങിയ അധിനിവേശ ശക്തികൾക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ സംഘടിക്കുകയും പടപൊരുതുകയും അങ്ങനെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നാം വായിച്ചെടുക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെ സമരത്തിന് വേണ്ടി പ്രേരണ നൽകിയ കാര്യങ്ങളെ കുറിച്ചാണ്. അതിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ, സാഹിത്യങ്ങൾ ഇന്ത്യൻ ജനങ്ങളെ സമരത്തിന് വേണ്ടി പ്രേരണ നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായി തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലെയുള്ള, ഫത്ഹുൽ മുബീൻ പോലെയുള്ള, തഹരീർ പോലെയുള്ള ഗ്രന്ഥങ്ങളും, അതുപോലെ പത്രമാധ്യമങ്ങൾ, മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ പോലെയുള്ള, ഹരിജൻ പോലെയുള്ള, ബാലഗംഗാധർ തിലകിന്റെ കേസരി പോലെയുള്ള, മൗലാന അബുൽ കലാം ആസാദിന്റെ അൽ ഹിലാൽ പോലെയുള്ള പത്രങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജനങ്ങൾ ഒരുക്കി തയ്യാറാക്കിയത് അതിപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അഭിനന്ദനത്തിന്റെ ചിത്രം, ഭാരത് മാത പോലെയുള്ള ചിത്രം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരം വിളിക്കാൻ തന്നെ വലിയൊരു കാരണമുണ്ട്. നമുക്കറിയാം, 1757 സിറാജുദ്ദീൻ ദൗളയുമായി നടന്ന പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷിന്റെ ആഗമനം എന്ന് പറയുന്നത്. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഒഫീഷ്യലായുള്ള ആഗമനം എന്ന് പറയുന്നത് 1757 പക്ഷെ അതിലുണ്ടാക്കിയ ഓളെന്ന് പറയുന്നത് വലിയൊരു മാറ്റം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കർഷകരെ അടിച്ചമർത്തുന്നു, മറ്റു പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ വഷളായിരിക്കുന്ന സന്ദർഭത്തിലാണ് 1857 ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച് പൊട്ടിപ്പിളരുന്നത്. അതായത് വലിയൊരു പ്രതീക്ഷ എന്നോണം ഒരു വിപ്ലവം രൂപപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പലതരത്തിലുള്ള കിംവദന്തികൾ അന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അന്ന് പറയപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1757 ശേഷം നീണ്ട 100 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ ഒരു തത്വം എന്ന് പറയുന്നത്, അവരുടെ ഭരണം എന്ന് പറയുന്നത് 100 വർഷമാണ്. അതിനുശേഷം അവർ രാജ്യം വിട്ടു പോകുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അന്നത്തെ ജനങ്ങൾ. അത് മാത്രമല്ല, നമുക്കറിയാം മംഗൾ പാണ്ഡെ, അദ്ദേഹത്തിന്റെ പ്രശ്നത്തിലുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ റൈഫിളുകളിൽ കൊഴുപ്പുകൾ, അവരുടെ ആരാധനാ പാത്രങ്ങളായ പന്നിയുടെയൊക്കെ കൊഴുപ്പുകൾ ചേർത്തിട്ടുള്ള എൻഫീൽഡ് റൈഫിളുകൾ അദ്ദേഹത്തിന് തൊട്ടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരം പറഞ്ഞല്ലോ, ശിപ്പായി ലഹള 1857 നടക്കുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ആദ്യമായി പുറപ്പെടുന്നത് തന്നെ. നമുക്കറിയാം, നമ്മൾ ഇന്നും ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്ന ഒരാളാണല്ലോ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാംബരങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന ഒരു സംഭവമാണ് അന്നത്തെ റൈഫിളുകളിൽ കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു. അത് മുസ്ലിംസിനും ഹിന്ദുസിനും നല്ല രീതിയിൽ ഏൽക്കുകയും അത് അവരുടെ മതാടിസ്ഥാനത്തിലുള്ള ഒരു എതിർപ്പായി രൂപപ്പെടുകയും ചെയ്തപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നത് തന്നെ രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ തന്നെയാണ് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും അതിനുശേഷം പലതരത്തിലുള്ള വിപ്ലവങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് 1757 നടന്ന പ്ലാസി യുദ്ധത്തിന് ശേഷം ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു പതിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. എന്താണ് പതിവ്? 100 വർഷം മാത്രമേ ബ്രിട്ടീഷുകാർ ഭരിക്കൂ, അതിനുശേഷം നാട് വിട്ടു പോകുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവരുടെ ഓട്ടോമാറ്റിക്കായി രൂപപ്പെടുകയും അതുമൂലം അവർ വിചാരിച്ചു ഈ 100 വർഷത്തിന് ശേഷം നമ്മളെ വിട്ടു പോകും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി പ്രതിഷേധിച്ചാൽ, കുറച്ചുകൂടി ആളിക്കത്തിയ അവർ പോകാനുള്ള ഒരു കാരണമായി തീരുമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വലിയൊരു വിപ്ലവമായി. അതിനുശേഷം നടന്ന 1885 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം ബംഗാൾ വിഭജനം നടന്നപ്പോഴോ വലിയ പ്രതിസന്ധിയും ഇന്ത്യൻ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള അതിപ്രധാനമായ ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷുകാർ ഇക്കാലത്തും സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ അതിപ്രധാനമായ ചരിത്ര സംഭവമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗാന്ധിയുടെ വരവ്. 1915 ഗാന്ധി മുംബൈയിലെ പോർട്ടിൽ നിന്ന്, കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ജനങ്ങളെ
ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വന്ന ഗാന്ധി ഇന്ത്യയിലെ ഓരോ സാധാരണ ജനങ്ങളിലേക്ക് കയറി ചെല്ലുകയും 1917 കർഷകർക്ക് വേണ്ടി നടത്തിയ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം, 1918 കാലങ്ങളിൽ നടത്തിയ ഗുജറാത്തിലെ കേഡ സത്യാഗ്രഹം, ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഗാന്ധിയുമായി ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതുപോലെ ഗാന്ധി മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചേർത്തുകൊണ്ട് ഏകദേശം 5 പ്രാവശ്യം ഗാന്ധി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കാസർഗോഡല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഇവരൊക്കെ ചേർത്തുകൊണ്ട് ഖിലാഫത്ത് മൂവ്മെന്റുകൾക്ക് ഗാന്ധി നേതൃത്വം കൊടുത്ത ചരിത്രങ്ങളിൽ ഇത് ഏറ്റവും കൂടുതൽ പറയേണ്ട വിഷയമാണ്. ആക്ട് മൂലമുണ്ടായ വലിയൊരു ഇന്ത്യൻ ജനങ്ങളെ എക്കാലത്തും ഓർമ്മിപ്പിക്കുന്ന ജാലിയൻ വാലാബാഗ്. യഥാർത്ഥത്തിൽ 1919 ജാലിയൻ വാലാബാഗ് ഇന്നും മരിക്കാത്ത ഓർമ്മകളിൽ ഒന്നാണ്. കാരണം അത്രയേറെ ജനങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത്, അല്ലെ കൊല ചെയ്യപ്പെട്ടത്. റൗലറ്റ് ആക്ടിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ രൂപീകരിക്കുകയും അതുമൂലം പ്രതിഷേധിക്കുന്നവരെ വിചാരണ കൂടാതെ തന്നെ തുറങ്കിലടക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയാണല്ലോ ജാലിയൻ വാലാബാഗ് അന്ന് അവിടെ ഒരുമിച്ച് കൂടിയത് തന്നെ. അപ്പൊ ഇതൊക്കെയും ഇന്നും നമ്മുടെ മനസ്സിൽ എങ്ങനെ വിങ്ങലായി രൂപപ്പെടുന്ന സംഭവമായിട്ട് അതിഭയാനകമായ കാഴ്ചയാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ജനറൽ ഡയറിനെ പിന്നീട് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരൻ പിന്നീട് കൊല്ലുകയുണ്ടായെന്ന ചരിത്രങ്ങൾ വായിക്കാം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു രാജ്യത്തെ ജനങ്ങള് മറ്റു വൈദേശിക ശക്തികൾ എത്രത്തോളം തങ്ങളുടെ അധീനതയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നുള്ളതിന് നമുക്ക് ചരിത്രങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. ഇതിലെ അതിപ്രധാനമായ ഒരു ചരിത്രമാണ് മലബാർ സമരം എന്നുള്ളത്. 1921 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും അവരുടെ ഒത്താശയോടെ നടന്നിരുന്ന ജന്മികൾക്കെതിരെയും മലബാറിലെ മാപ്പിളമാർ പോരാടിയ വലിയൊരു പോരാട്ടമായിരുന്നു മലബാർ സമരം എന്നുള്ളത്. അതിൽ മമ്പറും തങ്ങളും മുറുക്കാവിയെ പോലത്തെ വലിയ വലിയ നേതാക്കളുടെ പ്രേരണയോടുകൂടെ ആലി മുസ്ലിയാരും വാര്യൻകുന്നത്ത് കുഞ്ഞഹമാജി ഇവരെ പോലെയുള്ള വലിയ വലിയ നേതാക്കളുടെ നേതൃത്വത്തിൽ മലബാറിലെ സാധാരണ മനുഷ്യർ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിയ വലിയൊരു പോരാട്ടമായിരുന്നു. ഇതിനെ വെറും വർഗീയ കലാപമെന്ന് പലരും ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ വാഗൺ ട്രാജഡിയെ പോലത്തെ വലിയ വലിയ ക്രൂരമായ ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഇവർ ഈ ഒരു പോരാട്ടം നടത്തിയത്. പറയുന്നുണ്ട് അതൊരിക്കലും ഒരു വർഗീയ കലാപമല്ല, മറിച്ച് അതൊരു കർഷകരുടെ പോരാട്ടമായിട്ടാണ് മലബാർ മാനുവലിലടക്കം പറയുന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മലബാർ കലാപത്തെ ഇന്ന് പലരും പലതരത്തിലായി ചിത്രീകരിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് EMSന്റെ കൃതിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ മലബാറിലെ ജനങ്ങളോടുള്ള സമീപനം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ തുടർക്കഥ എന്നോണം ഈ മലബാറിൽ ജീവിക്കുന്ന ഈ ജനങ്ങളെ അങ്ങ് ദൂരെയുള്ള ആൻഡമാൻ നിക്കോബറിലെ കാലാപാനി ജയിലിലടക്കുകയും അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം നടക്കുന്നത്. അപ്പൊ പൂർണ്ണമായ ബ്രിട്ടീഷുകാരുടെ വസ്തുക്കളോടും മറ്റും പൂർണ്ണമായ നിസ്സഹകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ വസ്തുക്കളോടും പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നൊരു ആശയത്തിലാണ് ആ നിസ്സഹകരണ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 1922 ചൗരി ചൗര സംഭവം, അതായത് പോലീസ് സ്റ്റേഷൻ തീയിട്ടതോടെ ആ നിസ്സഹകരണ സമരത്തെ തന്നെ ഗാന്ധി നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. യഥാർത്ഥത്തിലൂടെ വായിച്ചെടുക്കേണ്ടത് ഗാന്ധിയുടെ അഹിംസാത്മകമായ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്നും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ജൻസി കലാപം എന്ന് പറയുന്നതാണെങ്കിലും ജൻസിയുടെ പ്രതിഷേധ ശൈലിയും ഒരു ഹിംസാത്മകമായ രൂപത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. വലിയൊരു മാതൃകാപരമായ ഒരു മുന്നേറ്റം ഗാന്ധിയുടെ അഹിംസ തത്വം എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 1930 മഹാത്മാഗാന്ധിയുടെ ദണ്ഡി മാർച്ച് അതിപ്രധാനമായ ചരിത്ര സംഭവമാണ്. കാസർഗോഡുകാരനായ മഞ്ചേശ്വര ഗോവിന്ദപ്പൈ നൽകിയ ഊന്നുവടി കയ്യിലേന്തിക്കൊണ്ടായിരുന്നു മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര നടത്തിയതെന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. കാസർഗോഡിന്റെ മഹിമയും കൂടി അറിയിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ വനത്തിനെതിരെ നികുതി ചുമത്തിയതിന്റെ പേരിൽ മുള്ളേരിക്കടുത്തുള്ള കാടകയിൽ വെച്ച് നടന്ന വനസമരം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രാദേശിക സമരങ്ങളും കൂടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് തന്നെയാണ് ഓരോ ഇന്ത്യയുടെ ഓരോ തരത്തിലുള്ള സമരത്തിനുള്ള കാരണമായിട്ട് മാറുന്നുള്ളത്. പ്രാദേശിക തലങ്ങളിൽ നിന്ന് ആരംഭിച്ച സമരങ്ങൾ ഒരു ദേശീയ സമരമായി മാറും. സിന്ധു കാനുവിന്റെയും ആദിവാസി കലാപങ്ങൾ അതൊക്കെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ എടുത്തുമാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ഏടുകളാണ്.
അതെ, ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച ഒരു ദേശീയ സമരമായി മാറുന്ന ഒരു മഹത്തായ കാഴ്ച കൂടി സ്വാതന്ത്ര്യ സമരത്തിൽ വായിച്ചെടുക്കാനുണ്ട്. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് എക്കാലത്തും ചുക്കാൻ പിടിക്കുന്ന ഒരു തലമുറ തന്നെയാണ് യുവാക്കൾ എന്ന് പറയുന്നത്. യുവാക്കളുടെ സാന്നിധ്യമാണ് പലതരത്തിലുള്ള ആവേശങ്ങൾക്കും പലതരത്തിലുള്ള വിപ്ലവങ്ങൾക്കും രൂപപ്പെടാനുള്ള കാരണമായി മാറുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സമരത്തിലും അതുണ്ടായിട്ടുണ്ട്. രാജ്ഗുരുവിന്റെ ആണെങ്കിലും ഭഗത് സിംഗിന്റെ ആണെങ്കിലും സുഖ്ദേവിന്റെ ആണെങ്കിലും ഇടപെടൽ എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുന്നതല്ല. ഇന്ത്യക്ക് വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ട, നല്ല രീതിയിൽ പോരാടിയ ധീരരായ യുവാക്കളാണ് അവർ. അതിന്റെ പേരിലാണ് 1931 ഈ 3 ചെറുപ്പക്കാരെ രാജ്യത്ത് തൂക്കിലേറ്റുന്ന സാഹചര്യം ഉണ്ടായെന്ന് നാം ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. 1942 ഓഗസ്റ്റ് 8-നാണല്ലോ മുംബൈയിലെ ഗോവാലിയ ടാങ്കിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്, അതായത് ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുകയാണ്. അതായത് ബ്രിട്ടീഷുകാർ ഉടനടി ഇന്ത്യ വിട്ടു പോവുക എന്ന മഹത്തായ ആഹ്വാനം, അതായത് ഡു ഓർ ഡൈ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊരു പ്രശസ്തമായ ആഹ്വാനം അവിടെ നൽകുകയാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കൊടുവിലായിരുന്നു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഒരു ചെറിയ കഥയൊന്നുമല്ല, നീണ്ട ചരിത്രം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഒരുപാട് പേരുടെ ത്യാഗനിർഭരമായ കഥകൾ, ഒരുപാട് ചരിതങ്ങൾ, അതുപോലെ ഒരുപാട് സാഹിത്യകാരന്മാരുടെ സേവനങ്ങൾ, സംഭാവനകൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കൽ നമുക്ക് വളരെ അനിവാര്യമാണ്. നാം 80ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ കഴിഞ്ഞ സമര ചരിത്രത്തെ പഠിക്കൽ വളരെ നിർബന്ധമാണ്. കാരണം ഇക്കാലത്ത് ചരിത്രങ്ങളെ അപനിർമ്മിക്കപ്പെടുന്നുണ്ട്. അപനിർമ്മിക്കപ്പെടുന്ന സമയത്ത് നാം മുമ്പ് കഴിഞ്ഞ ഭൂതകാലത്തിന്റെ ചരിത്രങ്ങളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തെ പഠിക്കുകയും വളരെ അന്വേഷണാത്മകമായി നമുക്കതിനെ കണ്ടെത്താൻ കഴിയുകയും സാധിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് അതിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്.